സർക്കാർ സർവീസിൽ അറ്റൻഡന്റ് ആയി ജോലി നോക്കുകയായിരുന്നു രാജു. വയസ്സ് 32. ജോലി കിട്ടിയ ഉടൻ കല്യാണവും നടന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അറിയുന്നു ഭാര്യ പ്രഗ്നന്റ് ആണെന്ന്. അപ്പോഴാണ് അതുവരെ ചെറുതായിട്ട് അടിച്ചുപൊളിച്ച് ജീവിച്ചിരുന്ന രാജു ഒരാൾ കൂടി ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ചെലവ് കൂടാൻ പോകുന്നതിനെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങിയതും. ഭർത്താവിന്റെ ടെൻഷൻ മനസ്സിലാക്കിയ രാഖി ഭർത്താവിനെ സമാധാനിപ്പിച്ചു. രാജുവിന് ഒരു മകൾ ജനിക്കുന്നതായിരുന്നു ഇഷ്ടം, കാരണം രാജുവിന് സഹോദരി ഇല്ലായിരുന്നു. കാരുണ്യവാനായ ദൈവം രാജുവിന് പെൺകുട്ടിയെ തന്നെ നൽകി. അതിനു മുൻപ് തന്നെ രാജു വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ചിട്ടിയിൽ ചേരാമെന്ന് തീരുമാനിച്ചു. എന്നാൽ രാഖി ചെറുപ്പത്തിൽ സ്വന്തം അച്ഛൻ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്ന കാര്യം രാജുവിനെ ധരിപ്പിച്ചു. രാജു അതിനു മറുപടി പറഞ്ഞത് ചിട്ടിയിൽ കിട്ടുന്നതുപോലുള്ള ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ അല്പം ദേഷ്യപ്പെട്ടുതന്നെ ഭാര്യയോട് പറഞ്ഞു. തന്റെ ചേട്ടൻ ചെറിയ ഒരു എടുത്തുചാട്ടക്കാരനാണ് എന്നറിയാവുന്ന രാഖി സ്വന്തം അച്ഛനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പഴയ ഇൻഷുറൻസ് ഏജന്റിനെ തന്നെ വിളിച്ചു അയാളെ മരുമകന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. രാജു അയാൾ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് എന്താണെന്നും ലൈഫ് കവറേജിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി. മാസം തോറും 4572 രൂപ അടവുള്ള പദ്ധതിയാണ് എടുത്തത്. 6 വർഷത്തേക്ക് മാത്രം അടച്ചാൽ മതിയെന്നും ചിട്ടിക്ക് വീതപലിശ ഉള്ളതുപോലെയുള്ള വരുമാനം തൊട്ടടുത്ത മാസം തന്നെ കിട്ടുമെന്നും അത് ജീവിതകാലം മുഴുവൻ കിട്ടുമെന്ന് അറിയിച്ചപ്പോഴാണ് രാജുവിന് അത്ഭുതം തോന്നിയത്. ആ ആഴ്ച തന്നെ രാജു പോളിസി കൈക്കലാക്കി.